ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2026 നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വരികയാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി. അപ്പോൾ ഓഗസ്റ്റ് 14 ഓഗസ്റ്റ് 13 ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 2569 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഏകദേശം 4100 ഒഴിവുകളിലേക്കായിട്ടാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, എന്താണ് ഇതിൻ്റെ പ്രായപരിധി, ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, എന്തൊക്കെ പഠിക്കേണ്ടി വരും, എത്ര സമയം കൊണ്ട് പരീക്ഷ നടക്കും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2025 ഇപ്പോൾ കഴിഞ്ഞ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 2026 പരീക്ഷ എഴുതാനിരിക്കുന്ന കുട്ടികൾ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ, അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യാം, ശ്രദ്ധയോടെ കേൾക്കുക. നമുക്ക് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട്, നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 എലിജിബിലിറ്റി, ആർക്കെല്ലാം ഈ പരീക്ഷ അപേക്ഷിക്കാം, 2 എക്സാമിൻ്റെ പാറ്റേൺ, 3 എക്സാമിൻ്റെ സിലബസ്, 4 പുതുക്കിയ നോട്ടിഫിക്കേഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എലിജിബിലിറ്റി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ RRB കണ്ടക്ട് ചെയ്യുന്ന ഏത് പരീക്ഷ എടുത്താലും, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവിൽ ഏതൊരു നോട്ടിഫിക്കേഷനും ഏതൊരു സർക്കാർ ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ യോഗ്യത നിർണ്ണയിക്കുന്നത് ഈ 3 ഘടകങ്ങളാണ്. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത്. റെയിൽവേയിൽ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ടേമാണ് കോയിൻ ചെയ്യുന്നത്. മറ്റ് പരീക്ഷകൾക്ക് മറ്റു രീതിയിലുള്ള ടേംസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം പ്രായപരിധി നോക്കാം. അപ്പോൾ പ്രായപരിധിയുടെ കാര്യത്തിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാം 1/1/2027 ജനുവരി 1 തീയതി ആകുമ്പോൾ നിങ്ങളുടെ പ്രായപരിധി 18-നും 33-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ UR/EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 18-നും 36-നും ഇടയിലുള്ള OBC NCLകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. 18-നും 38-നും ഇടയിലുള്ള SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം 1/1/2027 ആണ് ഇതിലെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനുവരി 1, 2027 എന്ന് പറയുന്ന ഡേറ്റ് ആകുമ്പോൾ ഈ ഒരു പ്രായപരിധിക്ക് അകത്ത് വരുന്ന കുട്ടികളാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പ്രായപരിധിയുടെ കാര്യത്തിലുള്ള സംശയങ്ങൾ തീർന്നു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ യോഗ്യത എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ ബിടെക് ഉള്ള കുട്ടികൾക്കാണ്, ഈ ട്രേഡുകാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ എക്സാം ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു എക്സാം ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നിങ്ങളുടെ കൈവശം 3 ഇയർ ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എത്ര വർഷം പഠിച്ചു, എത്ര വർഷം കൊണ്ട് നിങ്ങൾ ഡിപ്ലോമ എഴുതി എന്നുള്ളതല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് 3 ഇയർ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ബിടെക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. പല കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ബിടെക് ഉള്ളവർക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ബിടെക് ഉള്ളവർക്ക് പറ്റും, MTech ഉള്ളവർക്ക് പറ്റും. 3 ഇയർ ഡിപ്ലോമയാണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അഗെയിൻ 3 ഇയർ ഡിപ്ലോമയാണ്, 2 ഇയർ അല്ല. 3 ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം വേണം. ഇനി 3 ഇയർ ഡിപ്ലോമ എന്തിലൊക്കെ ഉള്ളവർക്ക്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, ഈ ഇത്രയും ട്രേഡുകളിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് കാറ്റഗറി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന തസ്തികകളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റുകളിലേക്ക് ഈ കാണുന്ന ട്രേഡുകാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു കാര്യം കൂടെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ദി എബവ് ഡിസിപ്ലിൻസ്. ഇപ്പോൾ ഇതിൽ ഏതിൻ്റെയെങ്കിലും കോമ്പിനേഷൻ എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെയെങ്കിലും കോമ്പിനേഷൻ എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ഡിപ്ലോമ കൂടെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡിനകത്ത് ഈ കാണുന്ന ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. തീർന്നോ? ഇല്ല. രണ്ടാമത്തെ എക്സാം ഗ്രൂപ്പ് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് ആണ്. അതിനകത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനമായിട്ടും വരുന്നത്, അല്ലെങ്കിൽ കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കോമ്പിനേഷനിൽ വരുന്നതാണ്.
അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എക്സാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡിനകത്ത് വരുന്ന ആളുകളാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്ന ആളുകളുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദ ബേസിക് സ്ട്രീംസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീമിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പറയാം. ഇതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ വെച്ച് കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ വെച്ച് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിനകത്ത് ഈ കാണുന്ന കാറ്റഗറിയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ IT, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്ഷൻ മെക്കട്രോണിക്സ് ഉള്ളവർക്കൊക്കെ മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ട്രിപ്പിളിക്കാർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് ഉണ്ട്. തീർന്നോ? ഇല്ല. നാലാമത്തെ ഗ്രൂപ്പായിട്ട് സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക്. അപ്പോൾ അവിടെ സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ആളുകൾക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ശ്രദ്ധിക്കുക, സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ആളുകൾക്ക് എക്സാം ഗ്രൂപ്പ് ഇവിടെ വരുന്നത് സിവിൽ ആൻഡ് അലൈഡ് കാറ്റഗറിക്കകത്താണ് ഇവിടുത്തെ എക്സാം ഗ്രൂപ്പ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം വരുന്ന BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഉള്ള ആളുകൾക്ക് CMA എന്ന് പറയുന്ന കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CMA എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രായപരിധി കണ്ടു അല്ലേ, ഏത് പ്രായപരിധിയിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടു. ഏതൊക്കെ ട്രേഡുകളിൽ ഡിപ്ലോമയുള്ള അല്ലെങ്കിൽ BTech ഉള്ള ആളുകൾക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടു. മൂന്നാമത് നമ്മൾ പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരുന്നു, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോലെ 10-35 പോസ്റ്റുകളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിന് അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് A to C സ്റ്റാൻഡേർഡ്സ് വരെ വേരി ചെയ്യാം. RRBയുടെ കാര്യത്തിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. A1, A2, A3, B1, B2, C1, C2 ഈ കാറ്റഗറിയിൽ ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ C1, C2 എന്ന് പറയുന്നത് അങ്ങേയറ്റം റിലാക്സ്ഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇവിടെ കണ്ണട ഉപയോഗിക്കാം. നിങ്ങൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്സോ കളർ ബ്ലൈൻഡ്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് C1, C2 കാറ്റഗറിയിലുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. A1, A2 എന്ന് പറയുന്ന അല്ലെങ്കിൽ A1, A2, A3 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സേഫ്റ്റി ജോബ്സ് ആണ് പ്രധാനമായിട്ടും. ഈ സേഫ്റ്റി ജോബ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ A1, A2 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണട ഉപയോഗിക്കാൻ പറ്റില്ല. A3 തൊട്ടുള്ള ആളുകൾക്കാണ് കണ്ണട ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ A3, B1, B2, C1, C2 കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെയും കണ്ണിൻ്റെ പവറിനൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. സംശയമുള്ള ആളുകൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ തന്നെ ചാനൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസ് ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത്. പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ 35ഓളം പോസ്റ്റുകൾ, 35-36 പോസ്റ്റ് നമ്മൾ CMA ഗ്രൂപ്പ് കൂടെ കൂട്ടുകയാണെങ്കിൽ 36ഓളം പോസ്റ്റുകളിലേക്കായിട്ടായിരിക്കും ഇത്തവണ നോട്ടിഫിക്കേഷൻ വരിക. ഈ ഓരോ പോസ്റ്റിന്, ഒന്നാമത്തെ പോസ്റ്റിന് ചിലപ്പോൾ A1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തേന് ചിലപ്പോൾ C2 ആയിരിക്കും, മൂന്നാമത്തേന് ചിലപ്പോൾ B2 ആയിരിക്കും. ഈ രീതിയിലായിരിക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എക്സാമിൻ്റെ പാറ്റേൺ പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണ് വരുന്നത്. 3 അല്ല 4 സ്റ്റേജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. CBT 1 ടയർ 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിനുശേഷം ടയർ 2 ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷനും DV ഉണ്ടായിരിക്കും. ഇത്തവണയും എക്സാമിനേഷന് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷനകത്ത് സിലബസിലോ എക്സാമിനേഷൻ പാറ്റേണിലോ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും 2026 നോട്ടിഫിക്കേഷനിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ 2025-ലെയും 2024-ലെയും നോട്ടിഫിക്കേഷൻ പ്രകാരം കണ്ടക്ട് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. ഇത്തവണ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളെയും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ CBT 1 എന്ന് പറയുന്നത് പച്ച കളറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എന്താണത്, ക്വാളിഫയിങ് ആണ്. ക്വാളിഫയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBT 1-ന്റെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഇതിൽ 100 മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. CBT 1-ൽ നിന്നും വേക്കൻസിയുടെ 8 മടങ്ങ് ആളുകളെ
എന്ത് ചെയ്യുന്നു, ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നു. എങ്ങോട്ട്? CBT 2 CBT 2 ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. CBT 2 നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന കാര്യമാണ്. ഇതിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1 ക്വാളിഫയിങ് ആണ്. ഈ ക്വാളിഫയിങ് ആയോടത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ആസ് പെർ 2025 ആൻഡ് 2024 നോട്ടിഫിക്കേഷൻ, 2024ലെയും 2025ലെയും നോട്ടിഫിക്കേഷൻ പ്രകാരം CBT 1 നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക നോൺ ടെക്നിക്കലാണ്. ടെക്നിക്കൽ സംഭവം വരുന്നത് CBT 2 മാത്രമാണ്. CBT 2 പക്ഷേ ടെക്നിക്കൽ മാത്രമല്ല, ടെക്നിക്കലിലൂടെ എന്തുകൂടെ ഉണ്ടായിരിക്കും, നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് കൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 മാർക്ക് 90 മിനിറ്റ് ആണ് CBT 1 എന്ന് പറഞ്ഞാൽ. 15 മാർക്കിന് GK, 30 മാർക്കിന് മാത്സ്, 25 മാർക്കിന് റീസണിങ്, 30 മാർക്കിന് സയൻസ്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇത് നോൺ ടെക്നിക്കലാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി CBT 2 വരുമ്പോൾ CBT 2 2 ഭാഗമുണ്ട്. അതിലെ പാർട്ട് A എന്ന് പറയുന്നത് അഗെയിൻ എന്താണ്, നോൺ ടെക്നിക്കലാണ്. അതിനുശേഷം 100 മാർക്കിൻ്റെ ടെക്നിക്കലും ഉണ്ടായിരിക്കും. അങ്ങനെ 150 മാർക്കിനാണ് CBT 2 ഉണ്ടായിരിക്കുക, 120 മിനിറ്റ്. ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇതെന്താണ്? ഇത് ക്വാളിഫയിങ് ആണ്. അതിലെത്ര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് പ്രസക്തിയില്ലാത്ത കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. CBT 2 ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രകാരം ഇതാണ് നമ്മുടെ സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ഇപ്പം വരാനായിട്ട് പോകുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 14/8/2026 ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത്. 13/9/2026 ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. പ്രായപരിധി അപ്പർ ഏജ് ലിമിറ്റ് യുആറുകാരുടെയാണ് കൊടുത്തിരിക്കുന്നത്. 4098 വേക്കൻസീസിലേക്കായിട്ടാണ് ഇത്തവണ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിക്കാനായിട്ട് പോകുന്നത്. നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 14 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ കൃത്യമായിട്ട്, നമ്മുടെ ടെലഗ്രാം ചാനൽ, യൂട്യൂബ് ചാനലൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എടുത്തെത്തിക്കുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജൂൺ 30 മുതൽ ജൂലൈ 29 വരെയാണ് ഇപ്പോഴത്തെ ടെക്നീഷ്യൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ഇപ്പോൾ JEEയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RRB എല്ലാ മാസത്തിലും ഓരോ നോട്ടിഫിക്കേഷൻ വീതം പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. RRB അവരുടെ പ്രോസസ്സ് വളരെയധികം സ്പീഡിലാണ് ഇത്തവണ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണത്തെ കഴിഞ്ഞ 2025 JEEയുടെ എക്സാം എഴുതിയ കുട്ടികൾക്കൊക്കെ അറിയാം, CBT 1 കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ CBT 2 വരെയാണ്. ഉടനെ തന്നെ റിസൾട്ടും വരും, കുട്ടികൾക്ക് അഡ്മിഷനും അല്ലെങ്കിൽ അവരുടെ അപ്പോയിൻമെൻറ്റും ഉടനെ തന്നെ കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ RRBയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് എക്സാംസ് വളരെ സ്പീഡിൽ റിസൾട്ടുകളും എക്സാംസും എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഗസ്റ്റ് മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. നേരത്തെ കൂട്ടി നോട്ടിഫിക്കേഷൻ വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. കോമ്പറ്റീഷൻ കൂടുതലാണ്, ഇത്തവണ ഒഴിവ് കൂടുതലാണ്. എപ്പോഴും അങ്ങനെ കിട്ടിക്കോളണം നിർബന്ധമില്ല. കൃത്യമായിട്ട് നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങുക. നമ്മൾ 3 കോഴ്സുകളാണ് ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കോംപ്രിഹെൻസീവായിട്ട് ഇലക്ട്രിക്കൽ ട്രേഡുകാർക്ക് CBT 1 + CBT 2 പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കലിൽ ജോയിൻ ചെയ്യാം. ഇനി കോംപ്രിഹെൻസീവായിട്ട് ഇലക്ട്രോണിക്സ് ട്രേഡുകാർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സിൽ ജോയിൻ ചെയ്യാം. CBT 1 ടയർ 1ൻ്റെ നോൺ ടെക്നിക്കൽ പാർട്ട് മാത്രം. അപ്പോൾ നിങ്ങൾ മെക്കാനിക്കലോ സിവിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് CBT 1ൻ്റെ ക്ലാസ്സസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നോൺ ടെക്നിക്കൽ ക്ലാസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സംശയമുള്ളവർക്ക് നമ്മുടെ ചാനൽ നോക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യുക. ബാക്കി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. JEE ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ നമ്മൾ തരുന്നുണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.